ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഓയൂർ സെന്റ് തോമസ് മർത്തോമായ വചനസഖ്യത്തിന്റെ നേതൃത്വത്തിൽ നടത്തി വരുന്ന സുഹൃത വചനം 50 നോമ്പ് ധ്യാനത്തിൽ അല്പസമയം ദൈവവചനവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കാൻ ദൈവം ഒരുക്കിയ വലിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നോമ്പിന്റെ കാലയളവിലൂടെ നാം കടന്നു പോവുകയാണല്ലോ. നോമ്പ് എന്നാൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാനുള്ള ചിറകാണ്. ദൈവത്തോട് അനുദപിച്ച് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ഓരോ ദിനങ്ങളാണ് നോമ്പ്. അല്പസമയത്തെ ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം പ്രവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ദൈവമേ, അല്പസമയം അടിയന്റെ വചനവുമായി ഇവിടെ ആയിരിക്കാൻ ദൈവം ഒരുക്കിയ വലിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ലോകമോഹങ്ങൾക്കൊന്നും അടിമപ്പെട്ടു പോകാൻ നീ ഞങ്ങളെ അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിന്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങേക്ക് പ്രസാദകരമായി തീരണമേ. ആമേൻ. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരത്തിലേക്ക് കടന്നു വരുവാൻ അവൻ ഇച്ഛിച്ചു. നമുക്ക് ഈ വചനങ്ങളെ അടിസ്ഥാനമാക്കി നോക്കിയാൽ ഇവിടെ കർത്താവിന്റെ 2-ാം വരവിനെയാണ് പരാമർശിക്കുന്നത്. കർത്താവ് വീണ്ടും വരുമെന്നും രണ്ടാമത് വീണ്ടും പ്രത്യക്ഷപ്പെടുമെന്നും അവൻ തന്നെ വാഗ്ദാനം ചെയ്തിരിക്കും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വാഗ്ദാനം എന്നതിന്റെ ഗ്രീക്ക് പദം എപ്പാൻജേനിയ എന്നതാണ്. അതിന്റെ അർത്ഥം പ്രഖ്യാപനം എന്നതാണ്. ദിവ്യ ഉറപ്പിന്റെ അർത്ഥം വഹിക്കുന്നുണ്ടെങ്കിലും വ്യാജ ഉപദേഷ്ടാക്കൾ ഇപ്പോഴും കർത്താവിന്റെ വാഗ്ദത്തത്തെ നിരസിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു ദിവ്യ വാഗ്ദത്തത്തെ സംശയിക്കുന്നത് തീർച്ചയായും അവന്റെ അവന്റെ ദൈവത്വത്തെ സംശയിക്കുന്നതിന് പര്യായമാണ്. അല്പസമയം നിങ്ങളുമായി 2 കാര്യങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ആരും നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. തന്റെ പുതിയ വരവിന്റെ നാളുകൾ അവൻ താമസിക്കുന്നുണ്ടെങ്കിൽ അതിനു കാരണം എല്ലാവരും മാനസാന്തരത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്ന ഒരു കർത്താവുണ്ട്. അവന്റെ നാമത്തെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഉറപ്പായും നമ്മുടെ വേദനകൾക്ക് അവൻ മറുപടി നൽകുക തന്നെ ചെയ്യും. പക്ഷേയെങ്കിൽ നമ്മുടെ വിശ്വാസം അത് ദൃഢമായിരിക്കണം. നമ്മുടെ പ്രവർത്തികൾ അത് നീതിപൂർണമായിരിക്കണം. നമ്മൾക്ക് വേണ്ടി ക്രൂശൽ യാഗമായ, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശൽ യാഗമായ ക്രിസ്തുവിനെ ഓർക്കുവാനും അവന്റെ സഹനത്തെ ഓർത്ത് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുവാനും ഈ നാളുകളിൽ നമുക്ക് സാധിക്കണം. 2 പത്രോസ് 3:10 ഇപ്രകാരം പറയുന്നു: എന്നാൽ കർത്താവിന്റെ ദിവസം ഒരു കള്ളനെ പോലെ വരും. ആകാശം ഒരു മുഴക്കത്തോടെ അപ്രത്യക്ഷമാകും. മൂലകങ്ങൾ തീയാൽ നശിക്കപ്പെടും. ഭൂമിയിൽ അതിലുള്ള സകലവും വെന്തുപോകും. ഇവിടെ കർത്താവിന്റെ 2-ാം വരവിനെയാണ് ഇവിടെയും പറയുന്നത്. അതായത് നിശ്ചയിച്ചിരിക്കുന്ന ആ ദിവസത്തിൽ കൃത്യസമയത്ത് കർത്താവിന്റെ വരവുണ്ടാകുമെന്നാണ് ഇവിടെ പറയുന്നത്. ലൂക്കോസ് 2:8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വിദ്വാൻമാർ നക്ഷത്രത്തെ കണ്ടാണ് ആ കർത്താവിന്റെ ആദ്യ വരവിൽ കർത്താവിനെ കാണുവാനായിട്ട് എത്തിച്ചേരുന്നത്. അതുപോലെ നമുക്ക് ഇവിടെയും കാണുവാനായിട്ട് സാധിക്കും. ഒരു കള്ളനെ പോലെ കർത്താവ് വരുമെന്നാണ് ഇവിടെ പറയുന്നത്. രണ്ടാമതായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ. കർത്താവിന്റെ വരവിനായി ഉണർന്നിരിക്കുവാൻ നമുക്ക് സാധിക്കണം. പല പ്രയാസങ്ങളുടെ നടുവിൽ, പല വേദനകളുടെ നടുവിൽ, നിരാശകളുടെ നടുവിൽ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് പല ക്ഷീണങ്ങൾ, പ്രയാസങ്ങളൊക്കെ വന്നാലും അതിലൊന്നും തളർന്നു വീരാതെ കർത്താവിനായി ഉണർന്നിരിക്കുവാൻ ഈ നാളുകളിൽ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് നമ്മളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു ഗസ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ വീടൊക്കെ ഒന്ന് ഒരുക്കി അവർക്ക് വേണ്ടി നേരത്തെ നമ്മൾ മുൻകരുതലുകളൊക്കെ എടുക്കാറുണ്ട്. എന്നാൽ കർത്താവിന്റെ വരവിൽ ഒരിക്കലും പുറമേയുള്ള അടിച്ചുപണികളോ ഒരുക്കങ്ങളോ അല്ല, മറിച്ച് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും പുതിയ രൂപാന്തരത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനും നമ്മളുടെ പലതരത്തിലുള്ള ചിന്തകളെ, മോശമായ ചിന്തകളെയൊക്കെ മാറ്റി രൂപാന്തരത്തിന്റെ പുതിയൊരു അനുഭവത്തിലേക്ക്, മാനസാന്തരത്തിന്റെ പുതിയൊരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഈ നോമ്പുകാലം നമുക്ക് സാധിക്കണം. 2 കാര്യങ്ങളാണ് നിങ്ങളുമായി പറയുവാൻ ഞാൻ ആഗ്രഹിച്ചത്. ഒന്നാമതായി, ആരും നശിച്ചു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരും തങ്ങളുടെ കുറവുകളെ മനസ്സിലാക്കി അവന്റെ സന്നിധിയിലേക്ക് ഈ നാളുകളിൽ കടന്നു വരുവാൻ സാധിക്കണം. രണ്ടാമതായി, കർത്താവിന്റെ വരവിനായി ഉണർന്നിരിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിന് ചില ഒരുക്കങ്ങൾ ആവശ്യമാണ്. അതൊരിക്കലും പുറമേയുള്ള ഒരുക്കങ്ങളല്ല, മറിച്ച് നമ്മളുടെ മനസ്സിനെയും ശരീരത്തെയും പുതിയ മാനസാന്തരത്തിന്റെ പുതിയൊരു അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കണം. ഇത്തരത്തിൽ ക്രിസ്തുവിനെ അറിഞ്ഞ് അവന്റെ പാത പിന്തുടർന്ന് ഈ നോമ്പുകാലം രൂപാന്തരത്തിന്റെ പുതിയ സൃഷ്ടികളായി ശരീരവും മനസ്സും പുതിയ മാറ്റത്തിലൂടെ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന കർത്താവിനെ ഓർത്ത് അവന്റെ പുതിയ വരവിനായി, 2-ാം വരവിനായി ഉണർന്നിരിക്കുവാൻ, പുതിയ ഒരുക്കത്തോടെ, മാനസാന്തരത്തിന്റെ പുതിയ അനുഭവത്തോടെ ഉണർന്നിരിക്കുവാൻ ഈ നാളുകളിൽ നമുക്ക് സാധിക്കണം. അതിന് ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഇത്തരത്തിൽ എനിക്കൊരു അവസരം ഒരുക്കി തന്ന ഓയൂർ സെന്റ് തോമസ് മർത്തോമായ യുവജന സഖ്യത്തോടും എല്ലാ ഭാരവാഹികളോടും ജോയേഷ് അച്ഛനോടും ഇടവക അംഗങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.